ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ഇറങ്ങി നോക്കിയാലോ? ചേട്ടാ വേണോ? നമുക്ക് പോയാലോ? ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയ സഹായിക്കണ്ടേ? നമുക്ക് പരിചയമുള്ള ആളാണെങ്കിലോ? മനുഷ്യന്മാരായാലേ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം. നല്ലതാ. ഇവിടെ ഇരിക്കും, ഞാൻ പോരാ. ചേട്ടാ മാറിയ ആരെങ്കിലും ആംബുലൻസ് വിളിക്കും, ഹോസ്പിറ്റലിൽ എത്തിക്കണം. നോക്കിയോട്ട് നിൽക്കുന്ന എന്താ? അയാളെ പെട്ടെന്ന് ആശുപത്രിയിലാക്കുക. അടിയിലാണ് വണ്ടിയുടെ അടിയിൽ. ചേട്ടാ ആരെങ്കിലും ആംബുലൻസ് വിളിക്കും, ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആംബുലൻസിന് സമയം എടുക്കും. ചേട്ടാ ഇങ്ങനെ ചേട്ടാ ഓട്ടോ ഇല്ലേ? ഓട്ടോ വിളിക്ക്. അയാൾക്ക് ശ്വാസങ്ങളുണ്ട്. മാറിയില്ലേ? വണ്ടി എവിടെ? വണ്ടി കാറോ? സാറിന്റെ വണ്ടി കയറ്റി. സാറിന്റെ വണ്ടി ശരിയാവത്തില്ല. എന്തെങ്കിലും പറ്റിയാലോ? വണ്ടി ഒന്ന് തുടങ്ങാം സാർ. ചെറിയ വണ്ടി എല്ലാവരും കേറില്ല. കേറില്ല. സാറെ കുറച്ച് മനസാക്ഷി കാണിക്കണം. പെട്ടെന്ന് എത്തിക്കാൻ നോക്ക്. നീ പറയുന്നു കേക്കോ? ഇനി സാറ് ഞാൻ വണ്ടിക്കകത്ത്. എന്താ സാറേ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാറേ, പ്ലീസ്. ഒരു ജീവനല്ലേ സാർ? ചേട്ടാ ഇനിയും സംസാരം നിർത്തൂ. പെട്ടെന്നേറ്റ് പെട്ടെന്നേറ്റ്. സാറേ, പാവങ്ങളെ വല്ലപ്പോഴൊക്കെ ഈ വണ്ടി കയറ്റണം. കേറിക്കോ. ഈ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ. ആരെങ്കിലും ഒന്ന് സഹായിക്കാന്ന് വെച്ചാൽ എല്ലാം കൂടെ നമ്മുടെ തലേ കൊണ്ടു. ഇഡിയറ്റ്സ്. എന്ത് ജനങ്ങളാന്നേ. അല്ല, ഞാൻ ആക്സിഡന്റ് കാര്യം പറഞ്ഞു. അപ്പൊ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റോ? അതാണല്ലോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നത്തെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇത്രയും മതി. താങ്ക്സ്. ഹലോ സിദ്ധു, എവിടെയാടാ? ഐശു, ചെന്നൈ എത്തിയോ? ഇതുവരെ ബോർഡ് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് ഡിലേ. ഓ, എവിടെയാ ഇപ്പോ? ഞാൻ ഡ്രൈവ് ചെയ്യടാ, തിരിച്ചു വിളിക്കാം. അതെന്താ ഡ്രൈവ് ചെയ്യുമ്പോ എന്നോട് സംസാരിച്ചാ? ഒന്ന് എത്തിക്കോട്ടോ, വിളിക്കാം. അതല്ലല്ലോ, ആരെങ്കിലും ഉണ്ടോ കൂടെ? എന്റെ കൂടെ വേറെ ആരാ? പിന്നെന്താ ശബ്ദത്തിനൊരു മാറ്റം? എന്റെ ശബ്ദത്തിനോ? ആ, മാറ്റമൊന്നുമില്ലല്ലോ. ഓക്കെ. ഒരു 5 മിനിറ്റ്സ് തിരിച്ചു വിളിക്കോ? ഒരു 15 മിനിറ്റ്സ്. ഷുവർ? യാ ഷുവർ. വെക്കട്ടാ? വെക്കില്ല. സിദ്ധു, യു നോ സംതിങ്? ഐ റിയലി മിസ് യു. ഐ മിസ് യു ടു. ബൈ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? കുറച്ചൊക്കെ. വൈഫായിരിക്കും അല്ലേ? അല്ല, ഗേൾഫ്രണ്ടാ. അപ്പൊ വൈഫോ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കല്യാണം കഴിക്കത്തെ? ഈ കല്യാണം എന്നൊക്കെ പറയുന്നേ അത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡാ. അതിന് ആദ്യം നമ്മൾ ഒരാളെ കണ്ടെത്തണം. അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയം ഇച്ചിരി കൂടിപ്പോയി. ബട്ട് ഷീസ് ഓക്കെ വിത്ത് ഇറ്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കല്യാണം കഴിക്കാൻ ഇത്രയൊക്കെ ആലോചിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ. ഞാൻ സിജിനോട് കല്യാണക്കാരൻ പറഞ്ഞേ ഉള്ളൂ, അവർ റെഡിയായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഇങ്ങനായി. ഐ എം സോറി, ഞാൻ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വിഷമിക്കണ്ട. ചേട്ടൻ പറഞ്ഞാൽ ശരിയാ. ഒരെണ്ണം മനസ്സിലാക്കാനേ 3 വർഷമൊന്നും പോരാ, കുറേ കാലം വേണം. എന്നാലും സിജിൻ എന്തിനായിരിക്കും എന്നോട് പറയാതെ പോയേ? ചേട്ടനാണെങ്കിൽ അങ്ങനെ പോവോ? എനിക്കങ്ങനെ പറ്റില്ല. എന്തായാലും പോകാൻ പറ്റില്ല. ഇല്ല.
ഇയാളിങ്ങനെ ഒരുപാട് ആലോചിച്ചിരിക്കുന്നു വേണ്ട. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? കേട്ടില്ലേ? ഞങ്ങളങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല, പക്ഷെ ഒരു കണക്റ്റ് ഉണ്ട്. ഷീസ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. നല്ല രസമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അടിപൊളി, എനിക്കിഷ്ടായി. കണ്ടാൽ ബാച്ചിലറാന്ന് തോന്നില്ല അല്ലേ? ഇല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. ആണല്ലേ? പക്ഷെ ഈ സാട്ട പേപ്പറിൽ കൊള്ളാം. ആണോ? ആണല്ലേ? പക്ഷെ ഇത്ര മതി, കൂട്ടണ്ട. ഇല്ലല്ല. ആക്ച്വലി ഞാൻ ചേട്ടനെ ഫസ്റ്റ് കണ്ടപ്പോൾ സംശയിച്ചു. എന്ത് സംശയം? ചേട്ടാ വിളിക്കണോ അങ്കിളെ വിളിക്കണോ? ഇപ്പം ഞാൻ റീൽ കണ്ടിട്ടുണ്ട്, ചിലർക്കൊന്നും അങ്കിളെ വിളിക്കുന്ന ഇഷ്ടമല്ലാന്ന്. അതുകൊണ്ട് ചേട്ടാ വിളിച്ചേ. സോറി കേട്ടോ. അത് സാരമില്ല, റീല് കണ്ടത് നന്നായി. ചേട്ടാന്ന് വിളിച്ചാൽ മതി. ആ ഡോ, താൻ കരയാണോ? അയ്യേ, എന്തിനാ കരയുന്നേ? നമ്മള് ഇപ്പൊ എത്തുമല്ലോ, പിന്നെന്താ? ശരി, വിശന്നാ താൻ കരയോ അല്ലേ? ചിലപ്പോഴൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇതെങ്ങനെ കരയുമ്പോ തുടയ്ക്കാനാണോ ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നത്? ഫാഷനാ ചേട്ടാ, ഓ, കസ്റ്റം മെയ്ഡാ. എങ്ങനെയുണ്ട്? അത്ര പോരാ. ഇയാളുടെ കരച്ചിൽ കാണാൻ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അതെല്ലേ, സുജിനോട് പറയായിരുന്നു എന്നെ കരച്ചിൽ നല്ല ഭംഗിയാന്ന്. കണ്ട എങ്ങനെയുണ്ട്? ഇനി ഞാൻ കരയുന്നാണെന്നിരിക്കോ? സജിൻ ഒളിച്ചോടി പോയേ? അതിന് ഒളിച്ചോടുന്ന എന്തിനാ? കല്യാണം കഴിച്ചാ പോരെ? ഇനിയിപ്പോ എത്തുമല്ലോ, എല്ലാം നേരിട്ട് ചോദിക്കാം.